നമസ്കാരം, ടി ന്യൂസിലേക്ക് സ്വാഗതം. വീണ്ടും ദൃശ്യ മോഡൽ കൊലപാതകം. അമ്പലപ്പുഴയിൽ യുവതിയെ കൊന്നു കുഴിച്ചു മൂടാൻ വേണ്ടി പ്രതിയായ ജയചന്ദ്രൻ ദൃശ്യം സിനിമ കണ്ടത് 5 തവണയാണ്. അന്വേഷണത്തിൽ നിന്നും വഴിതെറ്റിക്കാനും തെളിവ് നശിപ്പിക്കാനും വേണ്ടിയാണ് സിനിമ കണ്ടത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ വിവരങ്ങൾ മാറ്റിപ്പറഞ്ഞും കുറ്റം നിഷേധിച്ചുമാണ് ജയചന്ദ്രൻ മുന്നോട്ട് പോയത്. അത് പോലീസിനെ വളരെ അധികം പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിരുന്നു. അവസാനം തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിക്കുന്നത്. ദൃശ്യം സിനിമ കണ്ടതിലുള്ള പ്രചോദനമാണ് പ്രതിയെ കൊലപാതകത്തിന് ശേഷം ഫോൺ ബസ്സിൽ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ചത്. മറ്റൊരു പുരുഷനുമായുള്ള ബന്ധത്തിൽ സംശയം തോന്നിയതാണ് പ്രതിയെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. വിജയലക്ഷ്മി മറ്റൊരാളുമായി ജീവിക്കാൻ ഒരുങ്ങുകയായിരുന്നു. അയാളും വിവാഹിതനായിരുന്നു. അയാളുടെ ഭാര്യ ഉപേക്ഷിച്ചു പോകാനായി പൂജ നടത്താൻ വേണ്ടി ക്ഷേത്രത്തിലേക്ക് പോകാൻ യുവതി കൂടെ കൂട്ടിയത് ജയചന്ദ്രനെയായിരുന്നു. ഇതാണ് ജയചന്ദ്രന്റെ സമനില തെറ്റിക്കാൻ കാരണമായത്. നവംബർ 6 മുതലാണ് യുവതിയെ കാണാതാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സഹോദരി പോലീസിൽ പരാതി നൽകി. അതേ ദിവസം തന്നെയാണ് ജയചന്ദ്രൻ യുവതിയെ കൊലപ്പെടുത്തുന്നത്. ഭാര്യയും മകനും ഇല്ലാത്ത സമയത്ത് ജയചന്ദ്രൻ യുവതിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. അമ്പലപ്പുഴയിൽ ബസ് ഇറങ്ങിയ യുവതി പിൻഭാഗത്തെ വഴിയിലൂടെയാണ് ജയചന്ദ്രന്റെ വീട്ടിലേക്ക് എത്തുന്നത്. അടുത്ത ദിവസം പത്തനംതിട്ടയിലേക്ക് പോകാനായിരുന്നു ഇവരുടെ തീരുമാനം. എന്നാൽ രാത്രി വൈകി വന്ന വിജയലക്ഷ്മിയുടെ അടുപ്പക്കാരന്റെ ഫോൺ കോളാണ് ജയചന്ദ്രന്റെ സമനില തെറ്റിക്കുന്നത്. തുടർന്ന് ഇരുവരും തമ്മിൽ വഴക്കുണ്ടാവുകയും ഇയാൾ യുവതിയെ തള്ളിയിടുകയുമായിരുന്നു. കട്ടിലിൽ തലയടിച്ചു വീണ യുവതിയെ ദേഷ്യം തീരാതെ ഇയാൾ വെട്ടുകത്തി കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം ഇവരുടെ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കി. പിന്നീടാണ് ഇവരുടെ വസ്ത്രം അഴിച്ചെടുത്ത് കത്തിക്കുന്നത്. അതിനുശേഷം വീടിന്റെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് കുഴിച്ചിടുകയായിരുന്നു. ഇവരെ പറമ്പിലെത്തിക്കാൻ വേണ്ടി വീടിന്റെ മുകളിൽ നിന്നും കനം കൂടിയ നൈലോൺ കയർ മുറിച്ചെടുത്ത് ഇവരുടെ കഴുത്തിൽ മുറുക്കുകയും ചെയ്തു. തുടർന്ന് ഇവരെ അടുക്കള വഴി വലിച്ചിഴച്ചു പറമ്പിൽ എത്തിക്കുകയും കുഴിയിലേക്ക് തള്ളിയിടുകയുമായിരുന്നു. അവിടെ വെച്ചും ഇയാൾ യുവതിയെ വെട്ടിയിരുന്നു. ആലപ്പുഴയിലെ ജുവലറിയിലാണ് ഇയാൾ സ്വർണ്ണാഭരണങ്ങൾ വിറ്റത്. ആ പണം ഉപയോഗിച്ച് ഇയാൾ കടങ്ങളൊക്കെ വീട്ടുകയും ചെയ്തു. 10-ാം തീയതിയാണ് ഇയാൾ വിജയലക്ഷ്മിയുടെ മൊബൈൽ ഫോണുമായി ബസ്സിൽ യാത്ര തിരിച്ചത്. കൊച്ചിയിലെത്തിയ ഇയാൾ ഫോൺ ഓൺ ചെയ്യുകയും പിന്നീട് ഓഫ് ചെയ്തുമാണ് ബസ്സിൽ ഉപേക്ഷിച്ചത്. ഇതാണ് ഇയാൾക്ക് വിനയായത്. ഇയാൾ വിജയലക്ഷ്മിയുടെ ഫോൺ ഓൺ ചെയ്ത സമയത്ത് ഇയാളുടെ ഫോണും ഇതേ ടവർ ലൊക്കേഷനിലായിരുന്നു. ഇതായിരുന്നു പോലീസിന് ഇയാളിലേക്ക് എത്താൻ സഹായകമായത്.